ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ആദിഷനെ കുറിച്ചാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ട, മീന, എസ്തറനിൽ, അൻസിബ, മുരളി ഗോപി, ആശാ ശരത്ത് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ആദ്യ 2 ഭാഗങ്ങൾ അണിയിച്ചിരിക്കുന്നതും ജിത്തു ജോസഫ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ചിത്രത്തിന് തിരക്കഥ രചിക്കുന്നതും ജിത്തു ജോസഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ ഇത്രയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഫ്രാഞ്ചൈസി മൂവി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ജോർജ് കുട്ടിയും റാണിയെയും അതോടൊപ്പം തന്നെ വരുൺ പ്രഭാകരന്റെ കൊലപാതകമൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ സിനിമാ പ്രേമികളും. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നത് ഏകദേശം 8 മണിക്കാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രം പ്രീസെയിലൂടെ മാത്രം ഏകദേശം 21 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ അക്കാലത്ത് വലിയൊരു വിജയത്തിലാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന് മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങിയ പതിപ്പുകളും കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ആദ്യത്തെ ബുക്കിംഗ് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആദ്യ 2 ഭാഗങ്ങൾ പോലെ തീർത്തും ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രമല്ല ദൃശ്യം 3 എന്നാണ് ജിത്തു ജോസഫ് തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് നേരിയ തോന്നി മങ്ങനുണ്ട്. അതേസമയം ചിത്രത്തിനെക്കുറിച്ച് സിദ്ദിഖ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജോർജ് കുട്ടിയെയും റാണിയെയും പോലെ തന്നെ ദൃശ്യത്തിന് പ്രാധാന്യമുള്ള മറ്റൊരു അച്ഛനും അമ്മയാണ് IG ഗീത പ്രഭാകറും ഭർത്താവ് പ്രഭാകറും. ഗീതയായി ആശാ ശരത്ത് എത്തിയപ്പോൾ പ്രഭാകറായിട്ട് എത്തിയത് സിദ്ദിഖായിരുന്നു. മകനെ നഷ്ടപ്പെട്ടതിന്റെ മനോവേദനയിൽ നിൽക്കുമ്പോഴും ഒരു പരിധിവരെ ജോർജ് കുട്ടിയെ മനസ്സിലാക്കാൻ പ്രഭാകർ ശ്രമിക്കുന്നുണ്ട്. ജോർജ് കുട്ടിയോടും കുടുംബത്തോടും ശരിക്കും പ്രഭാകരന് സഹതാപമൊന്നും ഇല്ലെന്ന് പറയുകയാണ് സിദ്ദിഖ്. ഇപ്പോൾ ദൃശ്യം 3 പ്രമോഷന്റെ ഭാഗമായിട്ടൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സിദ്ദിഖ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് ട്വിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഇനി ദൃശ്യത്തിനാണ് കണ്ടിന്യൂവേഷൻ വരുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക. നാളെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. തിയേറ്ററുകളിൽ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.